ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ളത് ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ആയിട്ടും അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷനായിട്ടും ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നോക്കാം. കോളേജിലൊന്നും പോയി പഠിക്കാതെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അനുവദിച്ചിട്ടുള്ള കോണ്ടാക്റ്റ് ക്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. കോണ്ടാക്റ്റ് ക്ലാസ്സിന് പോകാൻ പറ്റുന്നവർക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ക്ലാസ്സിന് പങ്കെടുക്കാവുന്നതാണ്. കോണ്ടാക്റ്റ് ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും കഴിയും കോണ്ടാക്റ്റ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ക്ലാസ് നിർബന്ധമായി പങ്കെടുക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ കിട്ടും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ബെനഫിറ്റാണ്, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പോസ്റ്റൽ വഴി എല്ലാ സ്റ്റഡി മെറ്റീരിയലുകളും നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ട്യൂഷൻ ഫീസ് വന്നിട്ടുണ്ട്. ഓരോരോ വർഷങ്ങളിലും ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ജോയിൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷവും നിങ്ങൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം ഫീസ് അതും നിങ്ങൾ വേറെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഡിഗ്രിക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസും മറ്റും ഒന്നും ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ സ്വന്തമായി സിലബസൊക്കെ കണ്ടെത്തി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നോട്ടിഫിക്കേഷനും ഒന്നും നിങ്ങൾക്ക് അറിയില്ല. എല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഓക്കെ, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഒന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടാകില്ല. ഫീസും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എക്സാം ഫീസ് നിങ്ങൾക്ക് ഉണ്ടാവും. എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അല്ലാത്ത തരത്തിലുള്ള ഒരു ഫീസും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഒരു ഫീസും നിങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നതല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണോ നിങ്ങൾക്ക് സ്യൂട്ടബിളെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇതിൽ എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ്. ബിക്കോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അയക്കുന്ന സ്റ്റഡി മെറ്റീരിയലുകളും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ക്ലാസ്സുകളും എല്ലാം നമുക്ക് ലഭിക്കും. അതൊക്കെ നമുക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയായിരിക്കും ബെറ്റർ. എക്സാമിന് സ്കോർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ്. എന്നാൽ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളവർക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒന്നുകൂടി സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം ട്യൂഷൻ ഫീസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ. അല്ലാത്തവർക്കൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയായിരിക്കും ബെറ്റർ. നന്നായി നിങ്ങൾക്ക് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.